ഒരു ഭാഗത്ത് വിശ്വാസം സംരക്ഷിക്കാൻ UDF ഇറങ്ങുമ്പോൾ പാർട്ടിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള തർക്കങ്ങൾ നടക്കുകയാണ്. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടാണ്. മുരളീധരൻ ആദ്യം പിണങ്ങി, പിന്നീട് മുരളീധരനെ അണിനയിപ്പിച്ചു. പിണക്കം മാറ്റി മുരളീധരൻ എന്നാണ് ഏറ്റവും പുതിയ വിവരം. KPCC ഭാരവാഹി പട്ടികയെ ചൊല്ലിയുള്ള അതൃപ്തി പരിഹരിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെടൽ. മുരളീധരനുമായി ഹൈക്കമാൻഡ് പ്രതിനിധികൾ ചർച്ച നടത്തും. ചാണ്ടിയുമ്മനെയും അബിൻ വർക്കിയെയും തടഞ്ഞതിൽ പ്രതിഷേധം പരസ്യമാക്കിയ ഓർത്തഡോക്സ് സഭാ നേതൃത്വവുമായി KPCC നേതൃത്വം ചർച്ച നടത്തും. KPCC പുനഃസംഘടനയുടെ ഭാഗമായി ജംബോ പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ മുതിർന്ന നേതാക്കളടക്കം കടുത്ത അതൃപ്തി അറിയിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ പരസ്യ പ്രതികരണത്തിന് ആരും തയ്യാറായിട്ടില്ല എങ്കിലും ഹൈക്കമാൻഡ് നേതൃത്വത്തെ ഉൾപ്പെടെ K സുധാകരനും K മുരളീധരനും ഉൾപ്പെടെയുള്ള നേതാക്കൾ അതൃപ്തി അറിയിച്ചതായാണ് വിവരം. അതേസമയം പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടോ എന്ന് ആവർത്തിച്ച് ചോദിച്ചതോടെ മാധ്യമപ്രവർത്തകരോട് ക്ഷുഭിതനായാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മറുപടി പറഞ്ഞത്. എന്തെന്ന് നിങ്ങൾക്ക് വേറെ യാതൊരു ജോലിയില്ല. രാവിലെ ഇത്രയും ചോദ്യങ്ങളായിട്ട് എന്നെ കാണാൻ വരണ്ട. അതൊന്നും ഈ ചോദ്യം എന്നോട് ചോദിക്കണ്ട. നിങ്ങൾ വെറുതെ രാവിലെ കോൺഗ്രസിന്റെ മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ചു. കോൺഗ്രസിൽ എല്ലാവരും ഉണ്ട്, വലിയ ഇതൊക്കെ ഉണ്ടാകുന്നു. അതൊന്നും അല്ല. അന്ന് എന്നോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കണ്ട. ഞാൻ ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. അതേസമയം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അബിൻ വർക്കിയെ തടഞ്ഞതിനെതിരെയും ചാണ്ടിയുമ്മനെ KPCCയുടെ പുനഃസംഘടനാ പട്ടികയിൽ ഉൾപ്പെടുത്താതിരുന്നതിനെതിരെയും ഓർത്തഡോക്സ് സഭയും നിലപാട് പരസ്യമാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇരുവരും അബിൻ വർക്കിയും ചാണ്ടിയുമ്മനും സഭയുടെ മക്കളാണ് എന്നും സഭയുടെ ഭാവി വാഗ്ദാനങ്ങൾ ആണ് ഇരുവരുമെന്നുമായിരുന്നു രണ്ട് മെത്രോപൊലിത്തമാരുടെ പ്രതികരണങ്ങൾ. എന്തായാലും ഓർത്തഡോക്സ് സഭയെ ഉൾപ്പെടെ ഇനി അനുനയിപ്പിക്കുക എന്ന് പറയുന്നത് KPCC നേതൃത്വത്തിന് മുമ്പിൽ ഒരു ശ്രമകരമായ ദൌത്യമായി മാറും. അതേസമയം KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള തർക്കങ്ങളും നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ ഹൈക്കമാൻഡ് വലിയ തരത്തിൽ ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നെങ്കിലും അങ്ങനെയല്ല കാര്യങ്ങളെന്ന് പുറത്തുവരുന്ന തരത്തിലാണ് K മുരളീധരൻ വിശ്വാസ സംഗമത്തിന്റെ സമാപന യാത്രയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിട്ടുനിന്നതോടെയുണ്ടായ വ്യാഖ്യാനം. അത് വലിയ തരത്തിൽ ചർച്ചകൾക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതോടെയാണ് K മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള നീക്കം ഹൈക്കമാൻഡ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിന്റെ ഭാഗമായി മുരളീധരനെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തും AICC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്ന വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്. എന്തായാലും ഒരു വശത്ത് മുതിർന്ന നേതാക്കളിൽ ഒരു വിഭാഗം കടുത്ത അതൃപ്തിയുമായി നിലയുറപ്പിക്കുകയും മറുവശത്ത് ഹൈക്കമാൻഡ് ഏത് നിലപാട് ഇവരെ അനുനയിപ്പിക്കാനായി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ചർച്ചകൾ തുടരുകയും ചെയ്യുന്ന സാഹചര്യമാണ് പുനഃസംഘടനയുടെ ബാക്കി പത്രമായി ഇപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.